ഏവർക്കും ലീഡ് ഐഎഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷനായി പ്രഖ്യാപിച്ച് യുണൈറ്റഡ് നേഷൻസ്. ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബിൽ പാസാക്കി ലോക്സഭ. പോപ്പുലർ ആപ്പ് ബേസ്ഡ് ടാക്സി സർവീസ് കമ്പനികളുമായി മത്സരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ്. മുതിർന്ന പൗരന്മാർക്ക് താങ്ങാകാൻ കേരള സംസ്ഥാനം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ചരിത്രം കുറിച്ച് ക്രിസ്റ്റി കോവൻട്രി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ നയിക്കാൻ ആദ്യമായി ഒരു വനിത. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷനായി പ്രഖ്യാപിച്ച യുണൈറ്റഡ് നേഷൻസ്. ഇതോടൊപ്പം എല്ലാ വർഷവും മാർച്ച് 21 വേൾഡ് ഡേ ഫോർ ഗ്ലേഷ്യേഴ്സ് ആയി ആചരിക്കാനും തീരുമാനമായി. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞിന്റെ അക്യുമുലേഷൻ കാരണം രൂപം കൊണ്ട മഞ്ഞുപാളികളാണ് ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ. സ്ലോ മൂവിംഗ് ആയ ഗ്ലേഷ്യേഴ്സ് ധ്രുവ പ്രദേശങ്ങളിലും ലോകമെമ്പാടുമുള്ള പർവ്വതനിരകളിലും കാണപ്പെടുന്നു. ലോകത്തിലെ ശുദ്ധജലത്തിൻ്റെ 69% സംഭരിക്കുന്നത് ഹിമാനികളാണ്. കൂടാതെ അനേകം നദികളുടെ ഉത്ഭവം, ക്ലൈമറ്റ് റെഗുലേഷൻ, ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട്, ടൂറിസം തുടങ്ങി നിരവധി സംഭാവനകൾ ഇവ നൽകുന്നുണ്ട്. ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് യുഎന്നിന്റെ പുതിയ ഡിക്ലറേഷൻ. ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബിൽ പാസാക്കി ലോക്സഭ. രാജ്യത്തെ ആദ്യ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യം. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതിന് കീഴിൽ കൊണ്ടുവരികയും അതുവഴി ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, പരിശീലനം എന്നിവ ഉറപ്പുവരുത്തുകയുമാണ് ഈ പുതിയ പദ്ധതി. ഇതിനായി ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിലാണ് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക. ഡിഗ്രി, ഡിപ്ലോമ, PhD കോഴ്സുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. പോപ്പുലർ ആപ്പ് ബേസ്ഡ് ടാക്സി സർവീസ് കമ്പനികളുമായി മത്സരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ്. സഹകരണ മേഖലയിൽ സഹകാർ ടാക്സി ലോഞ്ച് ചെയ്യാൻ ഒരുക്കം. സഹകാർ ടാക്സി പദ്ധതിയുടെ ലോഞ്ചിലൂടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ടാക്സികൾ, റിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്യാം. അതുവഴി രജിസ്റ്റർ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് കമ്മീഷൻ തുക കുറയാതെ അവരുടെ വരുമാനം പൂർണ്ണമായി ലഭിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം യാത്രക്കാർക്ക് അവർ നൽകുന്ന തുകയിലും സാരമായ കുറവുണ്ടാകുന്നു. അടുത്തിടെ അമിതമായ ചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓല, യൂബർ തുടങ്ങിയ കമ്പനികൾക്ക് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നോട്ടീസ് അയച്ചിരുന്നു. അതിനാൽ ഈ കമ്പനികളുമായി മത്സരിക്കുക എന്ന ലക്ഷ്യം കൂടി പദ്ധതിക്കുണ്ട്. പ്രോസ്പെരിറ്റി ത്രൂ കോപ്പറേഷൻ എന്ന ഗവൺമെന്റ് മിഷന്റെ ഭാഗം കൂടിയാണ് ഈ പ്രൊജക്ട്. മുതിർന്ന പൗരന്മാർക്ക് താങ്ങാകാൻ കേരള സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി സീനിയർ സിറ്റിസൺസിന് കമ്മീഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങി കേരള ഗവൺമെന്റ്. അവഗണന, ചൂഷണം, ഏകാന്തത എന്നിവ മുതിർന്ന പൗരന്മാർ എല്ലായിടത്തും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളും വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കേരള ഗവൺമെൻറ് കമ്മീഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടൊപ്പം അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കുക എന്നതുകൂടി കമ്മീഷന്റെ ലക്ഷ്യമാണ്. കമ്മീഷൻ നിലവിൽ വന്നാൽ ഇതിനായി നിയമമുണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. കവിത, ചെറുകഥ, ഉപന്യാസം എന്നിവയിലൂടെ പ്രശസ്തനായ 88കാരനായ വിനോദ് കുമാർ ശുക്ല ജ്ഞാനപീഠം ലഭിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ സാഹിത്യകാരനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉയർന്നതുമായ സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠം. വിവിധ ഇന്ത്യൻ ഭാഷകളിലെയും ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുടെയും മികച്ച സാഹിത്യ സംഭാവനകൾക്ക് ഇത് നൽകി വരുന്നു. 1965 ആദ്യ ജ്ഞാനപീഠ അവാർഡ് നേടുന്നത് G. ശങ്കരക്കുറുപ്പാണ്. ചരിത്രം കുറിച്ച് ക്രിസ്റ്റി കോവൻട്രി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ നയിക്കാൻ ആദ്യമായി ഒരു വനിത. IOC പ്രസിഡന്റ് ആകുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തി എന്ന പദവി കൂടി ഇനി ഈ 41കാരിക്ക് സ്വന്തം. 1894 സ്ഥാപിതമായ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്കാണ് ഒളിമ്പിക് മൂവ്മെന്റിന്റെ പരമോന്നത അധികാരമുള്ളത്. ഒളിമ്പിക് ഗെയിംസ് സംഘടിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള സ്വിറ്റ്സർലാൻഡിലെ ലോസാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സർക്കാരിതര സംഘടനയാണ് ഇത്. ഗ്ലോബൽ സ്പോർട്സ് ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ഓഫ് പീസ് ആൻഡ് യൂണിറ്റി, എക്കണോമിക് ആൻഡ് ടൂറിസം ബൂസ്റ്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങി നിരവധി ചുമതലകൾ കൂടി IOCക്കുണ്ട്. അടുത്തതായി ഒരു ഇൻട്രസ്റ്റിംഗ് വാർത്തയിലേക്ക്. ഇന്റർനാഷണൽ ആകാൻ ഒരുങ്ങി ഗോലി സോഡ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള
അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഗോലി സോഡയെ ഗോലി പോപ്പ് സോഡ എന്ന് റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ കക്ഷി ഒന്ന് പരിചയപ്പെടാം അല്ലേ? 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കാർബണേറ്റഡ് ബീവറേജ് ആണ് ഗോലി സോഡ. ഉന്മേഷദായകമായ ഒരു പാനീയം. അത് നിറച്ചിരിക്കുന്ന കോഡ് നെക്ക് ബോട്ടിലിന്റെ ഓപ്പണിംഗ് ഒരു ഗ്ലാസ് മാർബിൾ കൊണ്ട് അടച്ചിരിക്കുന്നു. അകത്തെ പാനീയത്തിലെ കാർബണേഷന്റെ പ്രഷർ മാർബിളിനെ നിലനിർത്തുകയും ബോട്ടിൽ തുറക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് രസകരമായ ഒരു അനുഭവം നൽകുകയും ചെയ്യുന്നു. കാലക്രമേണ ഒരു ജനപ്രിയ തെരുവു പാനീയമായി മാറിയ ഗോലി സോഡ ഇന്ത്യയിൽ ഇന്ന് പലയിടങ്ങളിലും പോപ്പുലറാണ്. ഗോലി പോപ്പ് സോഡ എന്ന ബ്രാൻഡായി ലണ്ടനിലെ ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഇവന്റിൽ ഒരു ഗ്ലോബൽ എൻട്രി കൂടി നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗോലി സോഡ. ഇത്തരം ഇൻട്രസ്റ്റിംഗ് വാർത്തകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.